ഒരു പ്രളയകാലത്ത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സ്വന്തം കടയിലെ വസ്ത്രങ്ങൾ നൽകി സഹായിച്ച് ശ്രദ്ധേയനായ ആളാണ് കൊച്ചിയിലെ നൌഷാദ്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ നൌഷാദിന്റെ കടയിൽ വെള്ളം കയറി വസ്ത്രങ്ങളൊക്കെ നനഞ്ഞു കുതിർന്നു. എന്നാൽ പ്രതിസന്ധിയിൽ തളരില്ല എന്നും എല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകുമെന്നും പുഞ്ചിരി കൈവിടാതെ പറയുകയാണ് നൌഷാദ്. മുൻപ് പ്രളയ ദുരിതബാധിതർക്ക് കടയിലെ വസ്ത്രങ്ങൾ മുഴുവൻ നൽകി സഹജീവി സ്നേഹത്തിൻ്റെ മാതൃകയായി തീർന്ന ആളാണ് നൌഷാദ്. നൌഷാദ് കൊച്ചി ബ്രോഡ്വേയിലെ വ്യാപാരിയാണ്. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഉംറയ്ക്ക് പോയിരുന്നു. അതിനുശേഷം മടങ്ങിയെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. അതായത് ഈ കനത്ത മഴയിൽ വെള്ളം മുഴുവൻ കടയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അദ്ദേഹം നീക്കം ചെയ്യുന്ന തിരക്കിലാണ്. വസ്ത്രങ്ങൾ മുഴുവനും വെള്ളത്തിൽ ഏതാണ്ട് തന്നെ മുങ്ങി, പലതും ഉണക്കുന്നതൊക്കെ തന്നെയുള്ള തിരക്കിലാണ് അദ്ദേഹം ഇപ്പോൾ. അതായത് കഴിഞ്ഞ ശനിയാഴ്ച ഞാനിപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ മക്കത്തായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഒരു മഴ, നല്ലൊരു ശക്തമായ മഴ പെയ്ത് നമ്മുടെ കടയിൽ ഒരു മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ നനഞ്ഞ് കുറേയൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ടേക്കണ മോളുടെ വീട്ടിൽ ഉണക്കിക്കൊണ്ടിരിക്കണാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി കയറിയിട്ട് ഒരു 1.5 മാസം ഉണക്കാൻ വേണ്ടി തന്നെ വന്ന് പല സ്ഥലങ്ങളിലോട്ട് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ വണ്ടീൻ്റെ മുകളിലും അവിടെയൊക്കെ കട്ടിലൊക്കെ വിരിച്ച് ഒക്കെ ഇട്ട് ഉണക്കി കൊണ്ടിരിക്കുന്നതാണ്. വെള്ളക്കെട്ടിനൊരു പരിഹാരം കാണണമെന്നാണ് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അല്ലേ? വെള്ളക്കെട്ടിന് പറയാ, അതായത് മേഘവിസ്ഫോടനം എന്നുള്ള ഒരു മഴയാണ് പറഞ്ഞത്. അത് ഭയങ്കര ശക്തമായിട്ടുള്ളതാണ്. ആ മഴ വരുമ്പോഴാണ് ഇവിടെ വെള്ളം കയറുന്നത്. ഇപ്പോൾ വന്നിട്ട് റെസ്റ്റ് എടുത്തില്ല, വന്നപാട് കടയിലേക്കാണ് വന്നത്. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ വെള്ളം കയറി ആകെ വസ്ത്രങ്ങൾ മുഴുവൻ അല്ലേ വെള്ളത്തിൽ കുതിർന്ന് അത് എല്ലാം കളറ് പിടിക്കണൊക്കെ ഒരുപാട് വസ്ത്രങ്ങളൊക്കെ അങ്ങനെ കുറേ പോയിട്ടുണ്ട്. നമുക്കിതിൽ സങ്കടപ്പെടാനോ ഒന്നിനും അതിൻ്റെ ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോഴും ഞാൻ പറഞ്ഞ അൽഹംദുലില്ലാ എന്നാണ് പറഞ്ഞത്. എല്ലാം ദൈവത്തിന് സ്തുതി. ഇതിലും വലുതായിട്ട് നഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും കുറേ സാധനങ്ങളൊക്കെ തന്നെ അത്രേ ഉള്ളൂ. ഇതിനി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇതിനിപ്പോൾ ഉണക്കിയെടുത്തിട്ട് ആർക്കെല്ലൊക്കെ കൊടുക്കും, കുറച്ചൊക്കെ വിറ്റ് തീർക്കും ചെറിയ വിലക്ക്. ഇപ്പം നമ്മൾ 100 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം എന്നുണ്ടെങ്കിൽ 10-20 രൂപക്കൊക്കെ, 20 രൂപ 10 രൂപക്കൊക്കെ വിറ്റ് തീർക്കും. പിന്നെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരും പാവങ്ങൾ, അവർക്കും കൊടുക്കും, സഹായിക്കും. അങ്ങനെ തീരും. അത് ഒരുപാട് കടകളിൽ കയറിയിട്ടുണ്ടല്ലോ ഈ മേഖലയിൽ. ഈ മേഖലയിൽ കുറേ കടകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഓരോ പരീക്ഷണങ്ങളാണത്. നമ്മളതിൽ തളർന്നിട്ട് കാര്യമില്ല, നമ്മളതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുക, അത്രേ ഉള്ളൂ. എന്തായാലും നൌഷാദ് പറയുന്നത് പോലെ അങ്ങനെ പല വെല്ലുവിളികളുണ്ടാകും, പക്ഷേ അതിനെയൊക്കെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്ന കാര്യം. ക്യാമറമാൻ ആൻ്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.